ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. മൈ ലൈഫ് റിയൽ സ്റ്റോറിയിൽ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വളരെ ഞെട്ടിക്കുന്ന രീതിയിലുള്ളൊരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലുകളിൽ മനുഷ്യരുടെ ജീവന് രക്ഷകരായി എത്തുന്ന ഹോസ്പിറ്റലിൽ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്നലെ നമ്മളെ തേടിയെത്തിയിട്ടുള്ളത്. ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് കാരണമാണ് അപകടം സംഭവിച്ചതെന്ന് പറയുന്നുവെങ്കിലും അതിൻ്റെ വ്യക്തമായിട്ടുള്ളൊരു അപകട കാരണം ഇതുവരെ പറയുവാനോ നമുക്ക് വിശ്വസിക്കുവാനോ സാധിക്കുന്നതല്ല. 5 പേരുടെ മരണത്തിന് ഇടയാക്കിയിട്ടുള്ള ഈ വലിയ അപകടം വലിയ ഞെട്ടലോടുകൂടിയാണ് മലയാളികൾ നോക്കിക്കണ്ടത്. രോഗികളും രോഗിക്ക് കൂട്ടിയിരുന്നവരും പറയുന്നു, വലിയ രീതിയിലുള്ളൊരു ശബ്ദമാണ് അവരൊക്കെ കേട്ടത്. ഇത്രയും ഫെസിലിറ്റീസും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർക്കഥയാകുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഇതിന് സമാധാനം പറയേണ്ടത്? സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഘട്ടം സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലോ മറ്റേതെങ്കിലും സ്ഥാപനമായിരുന്നെങ്കിലോ എന്തായിരിക്കും ഇവരുടെയൊക്കെ ഗതി? അപ്പോൾ ആതുര സേവന രംഗത്ത് മെഡിക്കൽ കോളേജ് പോലുള്ള ഇത്തരം ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടിയെത്തുന്നത്. ഷോർട്ട് സർക്യൂട്ട് കാരണം ഉണ്ടായിട്ടുള്ള ഈ വലിയൊരു ദുരന്തം കാരണം ശ്വാസം മുട്ടിയാണ് മരണപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ഏതായാലും നല്ലവരായ നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും എല്ലാം സഹനത്തോടു കൂടി അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഒരുപാട് ജീവനുകൾ രക്ഷപ്പെടുത്തുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ മനുഷ്യരോടും നന്ദി അറിയിക്കുകയാണ്, കടപ്പെട്ടിരിക്കുകയാണ് നമ്മൾ മലയാളികളും ഈ സമൂഹവും. ഇത്തരത്തിൽ വലിയൊരു ദുരന്തം നമുക്ക് മുമ്പിൽ നടന്നിട്ടും ബന്ധപ്പെട്ട അധികാരികളോ സംവിധാനങ്ങളോ ഇനിയും വേണ്ട രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ ജില്ലകളിൽ വീണ്ടും ഇത്തരത്തിലുള്ള അപകട മരണങ്ങൾ തുടർക്കഥയാവും. മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കേണ്ട, സംരക്ഷണം നൽകേണ്ട സർക്കാർ സംവിധാനങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള വൻ വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും മാപ്പർഹിക്കാത്ത വലിയ തെറ്റാണ്. എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വിദഗ്ധ സമിതിയെ കൊണ്ട് അന്വേഷിച്ച് അതിന് കാരണം കണ്ടെത്തി ശക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം ഭാവിയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കുവാനുള്ള മുൻകരുതൽ കൂടി എടുക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇത്തരത്തിലൊരു വലിയൊരു ദുരന്തം നമ്മളെ തേടി എത്താതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.